സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഓ സീതാരാമ സീതയും രാമനും ഒന്നിക്കുന്ന നിമിഷം ഇതാ വന്നെത്തി. വെൽക്കം ടു സീതാരാമ കല്യാണം. ഓഹോ, അറിയോ, ഈ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയാ സൂര്യ രാമനെ മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്നത്. അവസാനം ആ സമയം വന്നെത്തി. ഞാൻ റാമിന്റെ സ്വന്തം ചേട്ടനാണെങ്കിൽ പോലും എനിക്ക് ഇത്രയ്ക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ എന്തായാലും ഇന്ന് വളരെ ഹാപ്പിയാണ്. അത് പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട, നിങ്ങളെ കാണുമ്പോ തന്നെ അറിയാം നിങ്ങൾ എത്ര ഹാപ്പിയാണെന്ന്. ശരിയാ, എന്റെ കെട്ടിയോന്റെ മുഖം സന്തോഷം കൊണ്ട് സ്ട്രോബെറി പോലെ ചുമന്നിരിക്കുന്നത്. എന്താ ഇത്? സോറി സുബി, വാ, ഈ കല്യാണം നമുക്ക് പൊളിച്ചെടുക്കണം. പ്രിയ, കല്യാണത്തിന് വെറും ആഘോഷങ്ങൾ മാത്രമല്ല, മരുമോൻ എത്ര ഉത്തരവാദിത്വത്തോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, നീയും അതുപോലെ തന്നെ ചെയ്യണം. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ കൽപ്പിക്കണ്ട. രാമ 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 സുരി, ചെറിയ സന്തോഷം നിറയും സമയം, മറന്നിടാം ചിന്തകൾ, ഇത് രമ്യ ചൈത്രകാലം. അല്ല, ഇത് രാമസീതകാലം. സൂരി, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്? ആ സമയം ഇതാ വന്നെത്തി. എന്റെ സന്തോഷം എത്രയാന്ന് അറിയാമോ? എനിക്ക് ശരിക്കും ഡാൻസ് കളിക്കാനൊക്കെ തോന്നുന്നു. അച്ഛന് സന്തോഷം ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ എക്സൈറ്റ്മെന്റില് ഒരുപാട് അനങ്ങാനൊന്നും നിക്കണ്ട. നോക്ക്, ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കാൻ ഞങ്ങളുണ്ട്, അശോകനുണ്ട്, പിന്നെ ഒരുപാട് പേരുണ്ട്. കല്യാണം അതിന്റെ മുറയ്ക്ക് തന്നെ നടന്നോളൂ. ആ കാര്യം അങ്ങ് വിട്ടേക്ക്. കുറച്ചൊക്കെ ഡാൻസ് കളിച്ചു സൂരി, കേട്ടില്ലേ? ഞാൻ നോക്കിക്കോളാം. എന്റെ അച്ഛാ, അച്ഛൻ ഇങ്ങനെ അവൻ പറഞ്ഞത് കേട്ട് കളിക്കല്ലേ. അച്ഛാ, ഈ കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയത് ഇവരാ. പായലിന പേര്. നമസ്കാരം. ഹലോ. ഹായ് സർ. വിശ്വ, വണ്ടർഫുൾ. അല്ല, ഐ മീൻ വണ്ടർഫുൾ അറേഞ്ച്മെന്റ്. ഡേയ്, നീ ഇതാരെയാ നോക്കുന്നേ? നല്ല വെയിലുണ്ടോ? പ്രിയ, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? സീതയുടെ വരവും കാത്തു നോക്കി നിൽക്കുന്നതാവും. ഏട്ടാ, ചേച്ചി ഏട്ടൻ എന്തായാലും ഇപ്പൊ കാണാൻ കഴിയില്ല, മണ്ഡപത്തിൽ വെച്ചേ കാണാൻ കഴിയും. നല്ല വെയിലല്ലേ? വാടാ. ഏട്ടാ, ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ടല്ലേ? നീ നോക്കി, ശ്രീറാം ദേശായി വെഡ് സീത. ഒരു സെൽഫി എടുത്താലോ? ഉറപ്പായിട്ടും. ഇന്ന് എനിക്കുള്ള സന്തോഷത്തിന് നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചിരിക്കും. റെഡി? സാധന, അത് നിങ്ങൾ എന്തിവിടെ ചെയ്യുന്നേ? പെണ്ണിന്റെ വീട്ടുകാരെത്തുന്നതിന് മുമ്പ് എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മുടെ സെറ്റിലാവണമെന്ന്. ഇങ്ങനെ കുട്ടികളി കളിച്ച് നിന്നാൽ എങ്ങനെയാ? വേഗം ചെല്ല്. അയ്യോ, ഇതെന്താ കല്യാണ മണ്ഡപമാണോ അതോ കൊട്ടാരോ? എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നേ. അല്ല, ഇതിനൊക്കെ എത്ര രൂപ ചെലവായി കാണും? എടി, വായടക്ക്, വായവാലി ഈച്ചയും കയറി പോവും. ഒന്ന് മിണ്ടായി മനുഷ്യ. സീത, ശരിക്കൊരു ഉത്സവം പോലെ ഉണ്ടല്ലേ? ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ ഈ 2 കണ്ണു പോരാ. അതെ അമ്മേ, ഡെക്കറേഷൻസ് ഒക്കെ അവര് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
കണ്ടിട്ട് തന്നെ എന്തോ പേടിയാവുക. ഇപ്പൊ പേടിക്കേണ്ട കാര്യം എന്താ മോളെ? സന്തോഷിക്കേണ്ട സമയല്ലേ? സീതമ്മ, എന്ത് ഭംഗി ഇതൊക്കെ കാണാൻ. വാ, ടോസ് അവസാനിപ്പിച്ച് മാച്ച് തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ നല്ല ആരവമാണ്. അവിടെ നമ്മൾ എന്തിനാ വെറുതെ ഈ മീശ ഒന്ന് മുകളിലോട്ടിരിക്കട്ടെ. ഇതിങ്ങനെ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ നേരം കണ്ണാടിയുടെ മുമ്പിൽ നീയാണല്ലോ നിൽക്കുന്നത്. ഇവിടെ നിന്നെ നോക്കി നിൽക്കാൻ ആരാ ഉള്ളത്? ഭാർഗവ്, നീ എന്നെ നോക്കുന്നില്ലെന്ന് വെച്ച് എന്നെ നോക്കാൻ ആരും ഇല്ലെന്ന് വിചാരിക്കരുത്. ഞാൻ എപ്പോഴും യുവരാജ് സിംഗ്, എവർ ഗ്രീന്. ഹലോ, കമിൻ കമിൻ. ഹലോ സർ. ഹായ്, ഐ എം വിശ്വജിത്ത് ദേശായി. വിശ്വ. ആക്ച്വലി ഇവിടെ ബ്രൈഡും ഫാമിലിയും വന്നിട്ടുണ്ട്. യു പ്ലീസ് കം ടു വെൽക്കം ദം ഓൾ. വി വിൽ കം. യാ. ഓക്കെ, താങ്ക് യു സർ. ഭാർഗവ്, സീതയുടെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. വാ, വീട്ടിലെ മൂത്ത മോനും മരുമോളും നമുക്ക് സ്വീകരിക്കാം. കമാൺ. അച്ഛാ, സീതയുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒന്ന് പോവാ. അച്ഛൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛൻ വേണമെങ്കിൽ അവിടെ റെസ്റ്റ് എടുത്തോളൂ അച്ഛാ. ഓക്കെ. ശ്രീരാം ദേശായി വെറ്റ്സ് സീത. മുത്തശ്ശ, ഇവിടെ ശ്രീരാം ദേശായി വെറ്റ് സീത എന്ന് വെച്ചിരിക്കുന്നത് എന്തിനാ? സീത വിത്ത് ശ്രീരാം ദേശായി എന്ന് വെക്കാത്തത് എന്താ? ഇതേ ചെറുക്കന്റെ വീട്ടുകാർ നടത്തുന്ന കല്യാണമല്ലേ, അതുകൊണ്ടാ ആദ്യം ചെറുക്കന്റെ പേര് വെച്ചത്. ഇതിപ്പോ നമ്മൾ നടത്തുന്ന കല്യാണമായിരുന്നെങ്കിൽ സീത വെഡ്സ് ശ്രീറാം ദേശായി എന്ന് വെച്ചേനെ. കുഴപ്പമൊന്നുമില്ല. ചെറുക്കനും പെണ്ണും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ആരുടെ പേര് ഫസ്റ്റ് വന്നാലും നമുക്കൊരു കുഴപ്പവും ഇല്ല. കറക്റ്റ്. ശരി, ഓക്കെ. അപ്പോ മേമ, നീ എങ്ങോട്ടേ പോകുന്നേ? അതിഥി ദേവോ ഭവ. ഗസ്റ്റുകളൊക്കെ ഒന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടി. ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനോ അതോ സീതയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയോ? ദാ നോക്ക്, എന്തൊക്കെ സംഭവിച്ചാലും സീതയെ നിനക്ക് മണ്ഡപത്തിൽ വെച്ച് കാണാൻ പറ്റും. മേമ, ദിസ് ഇസ് നോട്ട് ഫെയർ മേമ. ഞാൻ സീതയെ കാണാൻ വേണ്ടി ഒന്നും പോകുന്നല്ല. അവിടുന്ന് വന്ന ഗസ്റ്റുകളൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നല്ലേ. അത് ഭാർഗവ്, ഇവൻ പറഞ്ഞത് മനസ്സിലായോ? മെയിൻ ബാറ്റ്സ്മാനെ കാണില്ലെന്ന്, ചുറ്റുമുള്ള ഫീൽഡേഴ്സിനെ മാത്രം കണ്ടിട്ട് അവരെ മാത്രം വെൽക്കം ചെയ്യാൻ പോകണമെന്ന് അല്ലടാ? അത് തന്നെ ചെറിയ. ഫീൽഡേഴ്സിനെ വെൽക്കം ചെയ്യാനൊക്കെ ഞങ്ങളുണ്ട്. നീ റൂമിലേക്ക് പോവാൻ നോക്ക്. പോവാനാ പറഞ്ഞത്. മേമ, പോവാൻ. സാധന, അതിഥികളൊക്കെ താഴെ വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ചേച്ചി, ഏട്ടനെ വിളിക്കട്ടെ. എടാ, നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്നത്തെ ഒരൊറ്റ ദിവസം നീ സഹിച്ചേ മതിയാവും. ഓക്കെ, ചെറിയ എന്ത്? കമോൺ കമോൺ കമോൺ. ഹേയ്, വെൽക്കം വെൽക്കം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നില്ല? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇല്ല, ഒരു കുഴപ്പമുണ്ടായില്ല. ഹായ് മിസ്റ്റർ സാൻ. ഹായ് മിസ് ക്യാപിറ്റലസ്, സുഖമായിട്ടിരിക്കുന്നോ? മുത്തശ്ശ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു മോളെ. എന്റെ കൊച്ചുമോന്റെ കല്യാണമല്ലേ, ആ സന്തോഷം കൊണ്ട് ഒരു 20 വയസ്സ് കുറഞ്ഞിരിക്കും. ഞാൻ വിശ്രമിക്കണമെന്ന് കരുതി നിന്നതാ. നിങ്ങളെ ഇവര് വന്ന് സ്വീകരിച്ചോളാന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്ക് അവിടെ ഇരിപ്പുറയ്ക്കണ്ടേ മോളെ. ഹേയ് സീത, ആരെയോ തിരയുകയാണല്ലോ. അമ്മയെ അഞ്ജുവിനെ നോക്കുവാണോ? അവരൊന്ന് ഫ്രഷപ്പ് ആവാൻ പോയതാ. എവിടെ?
മണവാളനെ ഒളിപ്പിച്ചു വെച്ചതാ ബേബി. ഓ ഹൈഡ് ആൻഡ് സിക്കാ. ഞാൻ കണ്ടുപിടിച്ചോളാം എന്റെ ഫ്രണ്ടിനെ. ഓടല്ലേ സീത, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് സേഫ് പ്ലേസ്. കാരണം നമുക്കറിയുന്നവരുടെ ഉള്ളൂ. വരൂ പോവാം. വാ വാ വാ. ഇങ്ങോട്ട് വന്നേ. ഒരു 4 തവണ കൂടുതൽ കുറഞ്ഞോ? കുളിക്കാറേ ഇല്ലെന്നേ. ആഴ്ചയിൽ ഒരിക്കൽ കുളിച്ചാലായി. വിശക്കുമ്പോ എടുത്ത് കഴിക്കാലോ. മോക്കുള്ളത് വെച്ചിട്ടുണ്ട്, എടുത്തോട്ടെ. മാം, ദീസ് ആർ ദ കീസ്. നിങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് സ്യൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ്സോ? ഇപ്പോഴല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് ചോക്ലേറ്റ് തന്നത്? പിന്നെ സ്വീറ്റ് തരുന്നത് എന്തിനാ? നാളെ കല്യാണത്തിന് എല്ലാം കൂടെ ഒരുമിച്ച് തന്നാ മതിയായിരുന്നു. അതല്ല സുലോചന, സ്വീറ്റ് എന്ന് പറഞ്ഞ റൂം എന്നാണ്, അല്ലാതെ കഴിക്കുന്ന സ്വീറ്റ് അല്ല. നിങ്ങളെല്ലാവരും റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. കുറച്ച് സമയം കഴിഞ്ഞ് ചടങ്ങുകൾ തുടങ്ങും. ഇവിടെ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു റൂമും ആണുങ്ങൾക്കൊക്കെ വേറെ റൂമും അല്ലേ? നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്നേ. നമ്മള് കൂളായിട്ടിരിക്കും. നിങ്ങൾ എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ലേ, അപ്പൊ ഞങ്ങളും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തലോടെയൊക്കെ എടുത്തിട്ടുണ്ടെന്നേ. എനിക്ക് പ്രത്യേകിച്ച് റൂമൊന്നും വേണമെന്നില്ല. വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. പക്ഷേ മഴ വന്നാൽ പെട്ടുപോകും. എല്ലാ ഫാമിലീസിനും സെപ്പറേറ്റ് റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലേബലിംഗ് സ്കീലുണ്ട്. അപ്പോ ഭാര്യ ഭർത്താക്കന്മാരെല്ലാരും സെപ്പറേറ്റ് റൂമിലായിരിക്കുവോ? അയ്യോ, ഇവിടെ വന്നിട്ടെങ്കിലും എല്ലാവരുടെയും കൂടെ കളി തമാശയൊക്കെ പറഞ്ഞിരിക്കാമെന്ന് കരുതി. ഇവിടെ ഇങ്ങേറെ കൂടെ റൂമിലിരിക്കണോ? അയ്യോ. എന്നാ മിസ്റ്റർ സുദേശ്, ഞങ്ങളുടെ ടീമിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തോ. 6 അടിയുള്ള ഒരു പ്ലെയറിനെ തിരയുമായിരുന്നു. അമ്മയും നടക്കൂ, എല്ലാവരും റെസ്റ്റ് എടുത്തോളൂ. അതെ, അതൊക്കെ അവര് കൊണ്ടുവന്നോളൂ. ഇങ്ങോട്ട് വാ. റൂമിലേക്ക് എത്തിച്ചാൽ മതി കേട്ടോ. ഒരുക്കങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട് മോളെ. ഒക്കെ ചേച്ചിയുടെ അറേഞ്ച്മെന്റ്സാ. നമ്മുടെ അപ്പുവിന്റെ കല്യാണം ഇങ്ങനെ നടത്തണമെന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കാമോ. ചേച്ചി വരും. ഭാർഗു, ഇപ്പോ ഇവിടെ സംസാരിച്ചില്ലേ, അത് ആരായിരുന്നു? സീതയുടെ നാത്തൂനാണോ? അവളെ നല്ലൊരു മിസ്റ്ററി പ്ലെയർ ആയിരുന്നു. നിനക്ക് നല്ലൊരു ഓപ്പണന്റ് ആയിരിക്കും. അല്ല, ഞാൻ കമ്പയർ ചെയ്തതല്ല ഭാർഗു. നീ ഓപ്പണിംഗ് പ്ലെയർ അല്ലേ, അവര് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമല്ലേ ഉള്ളൂ. സുദേശ്, ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. ഒരു കാര്യം പറയാം. സിഹിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അവൾ എവിടെയെങ്കിലും നിന്നോളും. നീ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലേ. ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. ഇന്ന് സിഹിയുടെ അമ്മ മാത്രമല്ല, കല്യാണ പെണ്ണും കൂടിയാ. നീ അമ്മയുടെ ജോലി ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം ഹാപ്പി ആയിട്ടിരിക്കും. ഇത് എന്റെ കല്യാണമാണെങ്കിലും എനിക്ക് മറ്റെന്ത് ജോലി ഉണ്ടെങ്കിലും അമ്മയുടെ ജോലിക്ക് ഒരു മാറ്റവും ഇല്ല. സിഹി എനിക്ക് ഒരിക്കലും ഒരു ഭാരമായിട്ടില്ല പ്രിയ. അവളെ നോക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് തെറ്റാ. നിനക്കൊരു ടെൻഷനും ഇല്ലാതെ നീ റിലാക്സ്ഡ് ആണെങ്കിൽ എനിക്കത് മതി. സിഹിയെ നോക്കാൻ ഇവിടെ 5 ഉണ്ടല്ലോ. അവളുണ്ടെങ്കിൽ പിന്നെ വേറെ ആരുടെ ആവശ്യമില്ല. അതെ, എന്നാലും നോക്ക്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് സീത, ബട്ട് ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങളൊന്ന് കൂളാവ്. അവളെ സമാധാനമായിട്ട് ഇരിക്കാൻ വിട്. മുകളിലുള്ള രാമൻ എല്ലാവരെയും സംരക്ഷിക്കും. പക്ഷെ നിലവില് നിന്റെ രാമൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷേ ആ പാവത്തിന് ഇങ്ങോട്ട് വരാൻ ആരും സമ്മതിക്കുന്നില്ല. നോക്ക്, നിങ്ങൾ ഈ കാര്യം സീക്രട്ടായിട്ട് വെച്ചാൽ വി ക്യാൻ ഹെൽപ്പ് യു. രാമന്റെ റൂം അവിടെയാ. സർ, നിങ്ങൾ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കുവാണോ? ഇങ്ങനെ ചെയ്ത റൂൾസ് ബ്രേക്ക് ചെയ്ത പോലെ ആവില്ലേ? നാളെ വരെ എനിക്ക് രാമനെ കാണാനേ പറ്റില്ല. ഓ അശോക്, ഈ സീത ഒരു വലിയ നിയമപാലകയാ. റൂൾസ് ബ്രേക്ക് ചെയ്യില്ല, കള്ളം പറയില്ല, എന്നെ പോലെ വികൃതി കാണിക്കേയില്ല. ശരിക്കും നല്ല കുട്ടിയാ. പ്രിയ, ഇപ്പൊ എന്താ, നിനക്ക് രാമനെ കാണണോ? അവനെ കാണണമെങ്കിൽ എന്തെങ്കിലും സർക്കസ് കാണിച്ച് വന്നോളൂന്നേ. ആഹാ, എത്ര വേഗത്തിലാ നീ ടീം മാറിയത് മോളെ. അതുകൊണ്ടാ പറയുന്നത് സീത, പെണ്ണുങ്ങളെ വിശ്വസിക്കരുതെന്ന്. അവർക്ക് എപ്പോ തോന്നുന്നു അപ്പോ ദോശ മറിച്ചിടും. എനിക്ക് ദോശ ഉണ്ടാക്കാൻ തന്നെ അറിയില്ല, പിന്നെ എങ്ങനെയാ മറിച്ചിടുന്നേ? അതും ശരിയാ, പക്ഷെ പറയാൻ പറ്റില്ല. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് പോകുന്നവളാ നീ. അല്ല, നീയല്ല, പെൺകുട്ടികളാ ജനറൽ ആയിട്ട് പറഞ്ഞതാ. ഇതെങ്കിലും ഒന്ന് സമ്മതിക്കോ? ഞാൻ എല്ലാ കാലത്തും സീതയുടെ ടീമിലാ. ഗ്യാപ്പ് കിട്ടിയ നിന്റെ ടീം. സീത, സത്യം പറ, നിനക്ക് രാമനെ കാണണമെന്നുണ്ടോ?
കണ്ടോ കാണണം, പക്ഷെ പറയാൻ മടിയാ. നോക്ക്, നിന്റെ രാമൻ നിന്നെ കാണാൻ വേണ്ടി വല്ലാതെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കരുതേ. കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ വന്ന് കണ്ടോളൂ. നീ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ചടങ്ങുകളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. നീ വേഗം പോയി റെഡിയാവോ. വാ വാ വാ. ഏയ്, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എനിക്കൊരു ലിസ്റ്റ് തന്നിട്ട് പോ. എന്താ ഇപ്പൊ ചെയ്യണ്ടേ? അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എവിടെയെല്ലാം നോക്കിയിട്ട് എന്റെ ഫ്രണ്ടിന്റെ റൂം കാണുന്നേ ഇല്ലല്ലോ. ആ, ഈ റൂമായിരിക്കും. ഇതെന്താടി? നീ പേടിച്ചു പോയോ ഫ്രണ്ട്? പിന്നല്ലാതെ വല്ലാതങ്ങ് പേടിച്ചു. നീങ്ങി വന്നേ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, നീ മാത്രം ഉണ്ടായിരുന്നില്ല. നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ തെരഞ്ഞു വന്നേ. കണ്ടോ, അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും എന്നെ ഓർമ്മയുണ്ട്. സീതമ്മ ഇപ്പൊ എന്നെ മറന്നേ പോയെന്ന് തോന്നുന്നു. ഇല്ല ഫ്രണ്ട്, സീതമ്മയും നിന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചോ സീതമ്മ? ചോദിച്ചൊന്നുമില്ല, പക്ഷെ എനിക്ക് എല്ലാം മനസ്സിലായി. നിനക്കെല്ലാം മനസ്സിലാവും അല്ലേ? കില്ലാടി തന്നെ. അയ്യോ വിട്, അയ്യോ വിട്. നീ ഇങ്ങനെ ഉമ്മ വന്നു കഴിഞ്ഞാ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഓ, കുറച്ച് ഓവറായി പോയല്ലേ? അല്ലാതെ പിന്നെ ഭക്ഷണം കൂടുതലായി പോയ ഞാൻ സീതമ്മയ്ക്ക് കൊടുക്കും. ഇത്രയൊക്കെ ഉമ്മ വന്നാൽ ഞാൻ ആർക്ക് കൊടുക്കാനാ? സീതമ്മയ്ക്ക് കൊടുത്താലോ? വേണ്ട മോളെ, ഇറ്റ്സ് ഓക്കെ, താങ്ക്സ്. സിഹി, വേണ്ട. അവൾ എങ്ങോട്ടാ ഓടിയത്? ഭക്ഷണം കൂടുതലായി പോയ ഞാൻ സീതമ്മയ്ക്ക് കൊടുക്കും. ഇത്രയൊക്കെ ഉമ്മ വന്നാൽ ഞാൻ ആർക്ക് കൊടുക്കാനാ? എന്റെ സീതമ്മയ്ക്ക് പ്രിയയുടെ ദൃഷ്ടി തന്നെ പതിയുമല്ലോ. ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അപ്പൊ നാളെ മഹാറാണിയ. പിന്നല്ലാതെ മഹാരാജാവിനെ പോലെ ഒരു ചെറുക്കന് കല്യാണം കഴിക്കുമ്പോ എന്നെ മഹാറാണിയെ പോലെ വേണ്ട എല്ലാരും കാണാൻ. എങ്ങനെ എങ്ങനെ എങ്ങനെ? നീ തന്നെയാണോ സംസാരിക്കുന്നേ? അയ്യ, കല്യാണ പെണ്ണിന് മുഖത്ത് മാത്രമല്ല സംസാരത്തിലൊക്കെ ഒരു ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ട്. ദാ നോക്ക്, നാളെ ഈ ജ്വല്ലറി ഒക്കെ നിനക്കിടാനുള്ളതാ. രാത്രി ഉറങ്ങി നേരം വെളുത്തു കഴിഞ്ഞ് വെറുതെ ലളിതസുന്ദരി മൂഡിലേക്കൊന്നും പോവാൻ നിന്നേക്കരുത്. ഓക്കെ? ഒന്ന് പോയേടി. അതെ സീത, ദേശായി കുടുംബം ഭീമ ജ്വല്ലേഴ്സിന്റെ ബെസ്റ്റ് കളക്ഷൻസ് കൊണ്ടുവന്ന് ബെസ്റ്റ് പെൺകുട്ടിയുടെ മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ധരിച്ച് റെഡിയായി വന്ന നീയാ പ്രപഞ്ചത്തിലെ ബെസ്റ്റസ്റ്റ് മണവാട്ടി. മതി, ഇത് തന്നെ കുറച്ച് കൂടുതലായി. ഏയ്, ഒന്നും കൂടുതലല്ല, കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. സിഹി, സിഹി, എന്ത് പറ്റി? അമ്മയോട് അത്രയ്ക്ക് സ്നേഹം തോന്നുന്നുണ്ടോ നിനക്ക്? സീതമ്മ, ഇത് ഞാൻ തന്ന ഉമ്മയല്ല, എന്റെ ഫ്രണ്ട് തന്ന ഉമ്മയാ. കൊഴപ്പില്ലല്ലോ സീതമ്മ, കില്ലാടിയാണല്ലോ നമ്മുടെ ചെറുക്കൻ. ഒന്ന് പോ പ്രിയ. സിഹിയുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോ അവളുടെ ഏജിലുള്ള ആളാണെന്ന് വിചാരിക്കല്ലേ. നമ്മുടെ സിഹിയുടെ ഫ്രണ്ടാ മണവാള് ശ്രീറാം ദേശായി. അല്ലേടി പ്രിയ? അയ്യോ, ഞാനെന്തെങ്കിലും തെറ്റു പറഞ്ഞോ? സിഹിയുടെ ഫ്രണ്ട് റാം വന്ന് നിനക്കൊരു ഉമ്മ തരാൻ പറഞ്ഞു. അതിലെന്താ തെറ്റ്? അതെ, എന്റെ ഫ്രണ്ടാ ഉമ്മ തന്നത്. സിഹി, മിണ്ടല്ലേ, അങ്ങനൊന്നും പറയാൻ പാടില്ല. നീ മിണ്ടാതിരി. അവളെ പേടിപ്പിക്കുന്ന എന്തിനാ? പാവൻ നീറ്റായിട്ട് വന്ന് ഡെലിവറി ചെയ്തതല്ലേ. എന്നാലും ഈ റാം ഇത്തിരി ഓവറായില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ. പ്രിയ, പ്രിയ, പ്ലീസ് പ്രിയ, കുട്ടികളെ കളിക്കാൻ നിക്കല്ലേ നീ. അയ്യോ മിണ്ടല്ലേ, നിനക്കിതറിയില്ല. കാണാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കാണാൻ വരണം. അല്ലാതെ വെറുതെ കളിപ്പിക്കുന്ന എന്തിനാ? കാണിച്ചു കൊടുക്കാം, ജാട കുറച്ച് കൂടുതൽ ഇവർക്ക്. സൂപ്പർ ആയിട്ടുണ്ട് രാമ. താങ്ക്സ് ഡാ മച്ചാ. ഒരു മിനിറ്റ്.
എന്താണ് പറയൂ? എന്തേ നിങ്ങളുടെ ഫ്രണ്ട് അവിടുന്ന് ഒരു മുത്തം കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. പ്രിയ, മുത്തമോ? നിങ്ങളുടെ ചെറുക്കന് ഞങ്ങളുടെ പെണ്ണിനെ നേരിട്ട് വന്ന് കാണാനുള്ള ധൈര്യം പോലും ഇല്ലേ? ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ കയ്യിലൊക്കെ മുത്തം കൊടുത്തയച്ചാൽ എങ്ങനെയാ? ഇത്രയുള്ളോ ചെറുക്കൻ? എന്താണെന്ന്? കുട്ടിയുടെ കയ്യില് മുത്തം കൊടുത്തയച്ചു യവൻ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. എടാ, അവളുടെ കയ്യില് നീ സീതയ്ക്ക് കൊടുക്കാൻ മുത്തം കൊടുത്തയച്ചിട്ടുണ്ടോ? ഏയ് അങ്ങനെയൊന്നും അല്ലടാ. അത് ഞാൻ സിഹിക്ക് കൊടുത്തതല്ലേ, സീതയ്ക്ക് കൊടുത്തൊന്നുമല്ല. കള്ളൻ, കൊച്ചി കള്ളൻ. പറയ്. നിങ്ങൾ കണ്ടു, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ വിടാനേ പോകുന്നില്ല. ഞങ്ങളുടെ പെണ്ണ് എങ്ങനെ ഇത് തിരിച്ചു തരാൻ പോകുന്നെന്ന് നോക്കിക്കോ. പ്രിയ, എന്താ നിങ്ങളുടെ പെണ്ണ് എന്ത് ചെയ്യുന്ന? അതെന്താണെങ്കിലും ചെയ്യ്, നോക്കാം. വിടുന്ന പ്രശ്നമേ ഇല്ല. വെറുതെ വാ കൊണ്ട് പറഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കണം. ചെയ്ത് കാണിച്ചു തരാന്നേ. കല്യാണ പെണ്ണ് സൈലന്റ് ആയിരിക്കും, പക്ഷെ ഒരു ചലഞ്ച് കിട്ടിയ ഫുൾ വയലന്റ് ആയിരിക്കും. നിങ്ങൾ കണ്ടോ, ജയിച്ച് കാണിച്ചു തരാം. എന്നാ നോക്കാം. ഹലോ. ഹലോ. എടാ, സത്യം പറ, സീതയ്ക്കല്ലേ നീ കൊടുത്തയച്ചത്? എന്താ ഉമ്മകളൻ ഉമ്മകളൻ. പോയി പ്രിയക്ക് കൊടുക്കടാ. കിസ് ബേബി. എടാ കള്ള, എന്റെ കള്ള, നീ ഉമ്മ കൊടുത്തയക്കുമല്ലോ നീ. എടാ കള്ള.